ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരമാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അത് ബാക്കി ശ്രദ്ധിക്കപ്പെടുന്ന സുന്നത്തുകളെ കുറിച്ച് നമ്മൾ പിന്നീട് ഇതിൻ്റെ ബാക്കി ഡിസ്കഷനായിട്ട് വരും. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞു 12 റക്അത്ത് 10 റക്അത്ത് നിസ്കാരം, അതിൻ്റെ കൂടെ 2 റക്അത്ത് കൂടി നിസ്കരിച്ചാൽ അഡീഷണൽ കിട്ടുന്ന ഗുണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ളുഹറിൻ്റെ മുമ്പ് 4 12 ആവും, അങ്ങനെ പറഞ്ഞു. ഇനി ഈ നിസ്കാരങ്ങൾ തന്നെ പ്രത്യേക ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന ഈ 12 നിസ്കാരത്തിൽ മൊത്തത്തിൽ പറഞ്ഞ ഗുണമാണ്. ഇനി ഓരോന്നും ഇപ്പൊ സുബഹിന്റെ മുമ്പ് ആണെങ്കിൽ അതിന്റെ മുമ്പുള്ള സുന്നത്തിന് സെപ്പറേറ്റ് അതിന്റെ പ്രത്യേക ഗുണങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. പ്രത്യേകം ഈ ചെയ്യുന്നത് തന്നെ അതിന്റെ ഓരോ പാർട്ടിലേക്കും പോയിട്ട് അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് ഹദീസിൽ വന്നത് പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലാദ്യം പറയുന്നത്, നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാണ്. സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നത് വളരെ ലളിതമായിട്ടാണ് നിസ്കരിച്ചിരുന്നത്. അതിനത്ര സമയമൊന്നും കൂടുതൽ ചിലവാക്കൂല. എന്ത് ചെയ്യും? ചെറിയ സൂറത്തുകൾ ഓതും. കുല്യായിൽ കാഫിറൂന അതുപോലെ കുലുവല്ലയും ഓതിയിട്ടാണ് സുബഹിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിച്ചത്. പിന്നെ മഹാന്മാരായ ആളുകൾ അതിൽ 2 സൂറത്തും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മുജറബാത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അലൻ നസ്റും അലന്തര കൈഫ് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. ഈ 19 യാനത്തിലൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അതുപോലെ ആന്തരികമായ കുറേ വ്യാധികളെ തൊട്ട് അങ്ങനെ കുറേ ദുന്യവായും പാരത്രികമായ ഗുണങ്ങൾ അതിൻ്റെ കൂടെ പിന്നെ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും കുല്യാൽ കാഫിറീൻ കുല്ലുള്ളയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നസ്സായ ഹദീസിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അവൾ വളരെ ലളിതമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിരുന്നത്. മാത്രം ബാങ്ക് കൊടുത്ത പാടെ നിസ്കരിച്ചിരുന്നു എന്നാണ്. നിബിധങ്ങൾ എന്ത് ചെയ്യുന്നു? ബാങ്ക് കൊടുത്ത പാടെ എന്ത് ചെയ്യും? സുന്നത്താണ് നിസ്കരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഉടനെ പറഞ്ഞ് നിസ്കരിക്കില്ല. അങ്ങനെയാണ്. അപ്പൊ അതൊന്നുകൂടി നല്ലതായിട്ട് മഹാനായ ഇമാം നവവിയൊക്കെ ഉദ്ധരിച്ച് കാണാം. ബാങ്ക് കൊടുത്ത പാടെ സുന്നത്ത് നിസ്കരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വലഭാഗം ചെരിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കിടക്കും. അതെന്താണ്? ഒരു ആശ്വാസം, റിലാക്സാണ്. അങ്ങനെ ചെയ്തിട്ടാണ് ഏത് നിസ്കരിക്കല്? ഫർദ് നിസ്കാരം നിർവഹിക്കൽ. സാധാരണ ഇപ്പം നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് ബാങ്ക് കൊടുത്ത് സുന്നത്ത് നിസ്കരിച്ച് പിന്നെ കെടുക്കുമ്പോഴത്തേന് എന്ത് ചെയ്യും? ഇക്കാമത്ത് കൊടുക്കും. കെടുക്കാൻ ഏതുണ്ടാവില്ല, നേരം ഉണ്ടാവില്ല. അത് വളരെ പ്രബലമായ നല്ലൊരു സുന്നത്താണത്. അപ്പം ആ സുന്നത്ത് നമ്മൾ വെറുതെ കളയണ്ടല്ലോ, ഒന്നുമില്ലല്ലോ, എളുപ്പമുള്ള സുന്നത്തില്ല. കെടുക്കാനല്ലേ പറയണ്ടേ? കെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കെടുക്കൂല, കെടുക്കണ്ട പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കെടുക്കും ചെയ്യും. അവിടെ കിടക്കാനാ പറയുന്നത്. സുബഹിന്റെ ശേഷം കിടക്കണ്ടെന്നാ പറയുന്നത്. സുബഹിന്റെ ശേഷം കിടക്കണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. അത് എന്തായാലും കെടുക്കും. എന്നാൽ സുബഹി നിസ്കരിച്ചിട്ട് ആ ഫർദിന്റെ ഇടയിൽ കിടക്കാൻ പറഞ്ഞിട്ട് എത്ര ആളെ കിടക്കല്? വളരെ കുറവ്. എന്നാൽ സുബഹിന്റെ ശേഷമുള്ള കിടത്താണെങ്കിലോ വളരെ മോശമാണ്, കറാഹത്താണ്, അല്ലേ? ശരിക്കും ഉറങ്ങണവന്റെ അടുത്ത് ഖുർആനോ പോലും ഓതാൻ പാടില്ല. ഉറക്കത്തിന് അത്രയും നമ്മൾ എന്ത് ചെയ്യണം? മാനിക്കണം. ഒരാൾ ഉറങ്ങാൻ അപ്പുറത്ത് നമ്മൾ ഏതോതാൻ പാടില്ല. ഖുർആൻ പോലും എന്താ ഓതാൻ പാടില്ല. ഖുർആൻ അള്ളാന്റെ കലാമല്ലേ. ഞാൻ പറഞ്ഞ ഓതേജ് ഇവിടെ എണീച്ച് പോയിക്കോ എന്ന് ഞാൻ പറഞ്ഞില്ല. അയാളോട് പറയാൻ പാടില്ല. എനിക്ക് വേണമെങ്കിൽ അപ്പുറത്ത് പോയി ഓതിക്കോ. അയാൾ ഉറക്കത്തെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പിന്നെ ശല്യം ചെയ്യാൻ പാടില്ല. ഒരു പൂച്ച പോലും ഉറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതിന് വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല, അല്ലേ? ചില ആൾക്കാർ വെറുതെ വികൃതി ആവട്ടെ, അപ്പം ഒന്ന് പായിപ്പിക്കാൻ എന്താണ് ഒരു സമാധാനം ഉണ്ടാവില്ല. അതങ്ങനെ കിടന്നോട്ടെ. മാന്മാരൊക്കെ അങ്ങനെ ചെയ്യല്ലേ. അതിനെ പോലും എന്ത് ചെയ്യില്ല, ബുദ്ധിമുട്ടിക്കൂല. നമുക്കൊന്നും അതിൻ്റെ നല്ലൊരു ഉറക്കം പോകില്ല. അപ്പൊ ഉറക്കം ദീനിൽ അത്ര പരിഗണിക്കുന്ന സംഗതിയാണ്. വലിയൊരു നിഅമത്താണ് ഉറക്കം എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല ചെയ്യുന്ന വലിയ നിഅമത്താണ്. ഉറക്കം കുറഞ്ഞാൽ പ്രഷർ കൂടും, ഷുഗർ കൂടും, പ്രമേഹം കൂടും, സ്ട്രെസ് കൂടും, ഒക്കെ ഉണ്ടാവും. അപ്പൊ ഉറക്കം എന്താണ്? നമ്മുടെ ബോഡിയുടെ ബാലൻസിങ് ആണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിലും സുബഹിന്റെ ശേഷം ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ അയാളെ ഉണർത്തൽ സുന്നത്താണെന്നാണ് നീ പറയുന്നത്. അയാൾ ഉണർത്തൽ എന്താണ്? സുന്നത്താണ്. അപ്പൊ നോക്കണം. അപ്പൊ ആ സുബഹിന്റെ ശേഷമുള്ള ഉറക്കത്തിന്റെ
ഒരു ബുദ്ധിമുട്ടുകൾ ആലോചിച്ച് നോക്കൂ, അത്രയും മോശമാണ് അർത്ഥം. നബിസ്വലാസം പറഞ്ഞ എൻ്റെ ഉമ്മത്തിന് ഏറ്റവും ബർക്കത്തുള്ള സമയമാണ് എപ്പോ? രാവിലെ സമയം. ആ ബർക്കത്താണ് നമ്മൾ ഉറങ്ങിക്കാണ്ട് എന്ത് ചെയ്യണ്, അങ്ങോട്ട് നശിപ്പിക്കണ്. എന്നിട്ടൊരു 10 മണി 11 മണിക്കൊക്കെ എണീച്ച് പോവുക. പിന്നെ അയാൾക്ക് വൈകുന്നേരം അത്ര പണിയൊന്നും ഉണ്ടാവില്ല. സുബഹിലേശം ആ ഉറക്കം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ബർക്കത്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അയാളുടെ ജീവിതത്തിൽ അല്ലാത്ത ബർക്കത്ത് ചെയ്യും. മാത്രമല്ല മൊത്തത്തിൽ ഹദീസ് പണ്ഡിതമായി വിശദീകരിക്കുന്ന സുബഹിന്റെ ശേഷം ഉറങ്ങുന്ന സ്ഥിരമായി ഉറങ്ങുന്ന ആളുകൾക്ക് എന്തുണ്ടാവും? ബർക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യ ഫീൽ അവർക്കുണ്ടാവും. അല്ലാത്തവർക്കാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുബഹിന്റെ ശേഷം ഉറങ്ങണ്ടേ. സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? ബാങ്ക് കൊടുത്ത ഉടനെ എന്ത് ചെയ്തു? സുന്നത്ത് നിസ്കരിക്കും. എന്നിട്ട് ബലഭാഗം ചെരിഞ്ഞിട്ട് എന്ത് ചെയ്യും? അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിയമത്തുകളൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യും? അങ്ങനെ എടുക്കും. അങ്ങനെ എന്ത് ചെയ്യും? പിന്നെ ഉടനെ കുറച്ച് റിലാക്സ് ആയിട്ട് ഏത് നിസ്കരിക്കും? സുബഹി ഫർദ് നിസ്കരിക്കും. സാധാരണ നമ്മൾ അതിന് നേരം കണ്ടെത്താറില്ല എന്നാ പറയുന്നത്. കുറവാണ്. കാരണം എല്ലാവരും നേരെ വന്ന് ജമാഅത്തിൽ പോകും, അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത പാടെ വന്നിട്ട് എന്ത് ചെയ്യും? സുന്നസ്കരിച്ച പാട് അപ്പത്തിന് ഏക്കാപ്പത്തിന് സമയം കിട്ടും. ഇതിൻ്റെ ഇടയിൽ ഒരു ക്യാപ്പ് കിട്ടുന്ന സാധ്യത കുറവാണ് അധികവും. അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ടാണ്. അപ്പോ ഉണ്ടല്ലേ, അപ്പോ ഇനി വീട്ടിൽ നിന്ന് സുന്നസ്കരിക്കുന്നത് ഒന്ന് റിലാക്സ് ആയിട്ട് പിന്നെ ജമാഅത്തിന് കണ്ട് വന്നാൽ മതി. അപ്പൊ അതൊരു സുന്നത്താണ്. നോക്കുക. ഇനി ആ സുബഹിയുടെ സുന്നത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഇത്ര അധികം പ്രതിഫലം പറഞ്ഞ ഒരു സുന്നസ്കാരം കാണാൻ പ്രയാസം. അത്രയും വലിയ പ്രതിഫലം പറഞ്ഞത്. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ച അയാൾ ലോക കോടീശ്വരനാണ്. ഹദീസിന്റെ സാരം മനസ്സിലാക്കുക. അയാളാണ് ലോക ബാങ്കത്തിന് ശേഷം സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത്. അയാളാണ് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? റകഅത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. സഹീഹ് മുസ്ലിമിൽ കാണാം, ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഫജറിന്റെ ഫജർ ഉദ്ദേശിക്കുന്നത് സുബഹിന്റെ നിസ്കാരമാണ്. ഫജറിന്റെ 2 റക്അത്ത് നിസ്കാരം ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. ദുനിയാവിലെ ഉള്ള എല്ലാത്തിനേക്കാളും, ദുനിയാവിലുള്ള സകലത്തിനേക്കാളും ഉത്തമമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ഉദ്ദേശം? ദുനിയാവിലെ വിഭവങ്ങളാകട്ടെ, അല്ലെങ്കിൽ ആസ്വാദനങ്ങളാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റുകളാകട്ടെ, അത് ഒരാൾക്ക് മുഴുവൻ കൊടുത്താലും സുബഹിന്റെ അതിലെ മുഴുവൻ ബെനിഫിറ്റും ഒരാൾക്ക് കൊടുത്താലും സുബഹിന്റെ മുമ്പ് സുന്നസ്കരിക്കാൻ ആശ്രമിച്ചാലും ആ പ്രതിഫലം എന്തല്ല, അത് മതിയാവൂല എന്നാണ്. കാരണം അതൊക്കെ ബാക്കിയാവുന്നതാണ്. സുബഹിന്റെ മുമ്പുള്ള ആൾക്കുള്ള സുന്നസ്കാരത്തിന്റെ പ്രതിഫലം എന്താണ്? അതൊരിക്കലും ബാക്കിയാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു സംഗതി കാണല്ലോ, നമ്മൾ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? നീ കാരണം ഒരാൾ ഹിദായത്തിലേക്ക് വരുന്നത് അതിനെ കുറിച്ച് എന്താ പറഞ്ഞേ? നമ്മൾ കാരണം ഒരാൾ ഹിദായത്തിന്റെ വഴിയിലേക്ക് വരുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞേ? ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. ദുന്യാവും അതിനുള്ള സർവ്വതും സമ്പാദിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് നീ കാരണം ഒരാൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് വരല്. മറ്റൊന്ന് എന്താ പറഞ്ഞേ? റകഅത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. ഫജറിന്റെ മുമ്പുള്ള ആ സുന്നസ്കാരം എന്താണ്? ദുന്യാവും എന്റെ സർവ്വതും സമ്പാദിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ കാണാം. മഹദിയ ആയിഷ ബീവി തൊട്ടുള്ള ഹദീസാണ്. ഇനി ഇമാം നസായി, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുത്തഫിഖുൻ അലൈഹിയാണ്. അതിന്റെ പുറമെ അബൂ ദാവൂദ്, നസായി, ഇബ്നു ഖുസൈമ ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ഖുസൈമ നമ്മൾ കേട്ട് പരിചയം ഉണ്ടാവില്ല. ഒരുപാട് സ്വഹീഹ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച മഹാനാണ് ആര്? ഇബ്നു ഖുസൈമയിൽ നിന്നും വളരെ സ്വഹീഹ ഹദീസ്. അദ്ദേഹത്തിന്റെ ഹദീസിന്റെ പേര് തന്നെ സഹീഹ് ഇബ്നു ഖുസൈമ എന്നാണ്. ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെടുന്ന വലിയ മഹാനാണ് പണ്ഡിതൻ. അവര് വീണ്ടും ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം ആയിഷ ബിയെ കുറിച്ച്. ലം യകുനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ശൈഇൻ മിൻ നവാഫിലി അശദ്ദ തഹാവുദൻ മിൻഹു മിൻ അലാ റകഅത്തിൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസപ്പെട്ട് വളരെ ഫാസ്റ്റില് 2 സംഗതികളെ നിർവഹിക്കുന്നത് കണ്ടിട്ടുള്ളൂ എന്നാണ് ആയിഷ ബീവി പറയുന്നത്. അതായത് ഒരു സെക്കൻഡ് പോലും പിന്തിക്കാൻ താല്പര്യമില്ലാതെ അത്ര പെട്ടെന്ന്
ആ വിഷയം കൈകാര്യം ചെയ്യാൻ, അതിൻ്റെ അത്രയും സഡൻ ആക്ഷൻ എടുത്തിട്ട് കൈകാര്യം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വളരെ കഷ്ടപ്പെട്ട് അതിനു വേണ്ടി റിസ്ക് എടുക്കണ കണ്ടത് രണ്ട് സംഗതികളാണ്. ഈ രണ്ട് സംഗതികളാണ് ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തിട്ട് ഏറ്റവും അധികം പ്രയാസപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പ്രയാസപ്പെട്ടാലും ഈ രണ്ട് സംഗതികൾ നിർവഹിച്ചിട്ടേ റസൂലുള്ളാഹിക്ക് വിശ്രമം ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇത്രയും പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് റസൂൽ നിർവഹിക്കുന്ന രണ്ട് സംഗതികൾ കണ്ടിട്ടില്ല എന്നാണ്. ഒന്ന് സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, അത് ബാങ്ക് കൊടുത്താൽ പിന്നെ വേറൊരു പരിപാടിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അത് ഉടനെ എന്ത് ചെയ്യും? നിർവഹിക്കും. അതിൽ പിന്നെ എന്തില്ല, വേറെ പണിക്കൊന്നും നിൽക്കൂല. രണ്ടാമത്തത് എന്തോ അതാണ് ഒരു സംഗതി. മറ്റു റിപ്പോർട്ടിൽ കാണാം അത്രയും കഷ്ടപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്ന സംഗതിയാണ് ഒന്ന്. രണ്ടാമത്തെ റിപ്പോർട്ട് അതിൽ തന്നെ ആയിഷ ബി മറ്റേ റിപ്പോർട്ട് കാണാം ഇത്ര വളരെ പെട്ടെന്ന് നിർവഹിക്കുന്ന രണ്ട് സംഗതിയിൽപ്പെട്ട ഒന്ന് വല റക്കയത്തിൽ ഖബൽ ഫജ്രി വല ഇലാ ഒനീമത്തിലേക്കും ഒനീമത്ത് മുതൽ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അത് അപ്പൊക്കെ എന്ത് ചെയ്യും? രാത്രി വരെ അർദ്ധരാത്രി വരെയാണ് എന്ത് ചെയ്യും? അപ്പം തന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അത് വീതം വെച്ചു കൊടുക്കും. അല്ലാതെ ഇപ്പം രാത്രി ആയാലും എല്ലാവരും ഉറങ്ങിയിട്ട് നേരം വെളുത്തിട്ട് വരി എന്നാലും പറയില്ല, റസൂൽ പറയില്ല. അത്രയും വളരെ സീരിയസ് ആയിട്ട് വളരെ പെട്ടെന്ന് നിർവഹിച്ചു. അതേപോലെ കൈകാര്യം ചെയ്തിരുന്ന സംഗതിയാണ് സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം എന്ന് ഹദീസിൽ കാണാം. ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇമാം തൊബ്രാനി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ നബിതങ്ങൾ വളരെയധികം പിന്നെ സുന്നത്തുകൾ റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ വളരെയധികം കഷ്ടപ്പെട്ട് സഹാബികൾക്കിടയിൽ തന്നെ മുത്തബി സുന്ന എന്നറിയപ്പെട്ട ആളാണ്. കുറച്ച് പണിയുണ്ടാവും. സഹാബികളൊക്കെ മുത്തബി സുന്നികളാണല്ലോ അല്ലേ? റസൂലുള്ളാഹിന്റെ സുന്നത്ത് പാലിക്കണ ആൾക്കാർ അല്ലേ? എന്റെ ഓരോ സഹാബി നക്ഷത്രം പോലെ എന്നാ റസൂലുള്ളാഹി പറഞ്ഞു. ഏത് സഹാബിനെ പിടിച്ചാലും നിങ്ങൾക്ക് ഹിദായത്തിന്റെ വഴി കാണുന്ന പറഞ്ഞു. ആ സഹാബികൾക്കിടയിൽ തന്നെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പാലിക്കുന്ന ആളെന്ന് പ്രത്യേകം ടൈറ്റിൽ അറിയപ്പെട്ട ആളാണ് ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു. വേറെ സഹാബിയ സിദ്ദീഖ് റളിയല്ലാഹുവില്ലേ, ഉമർ ഖത്താബ് റളിയല്ലാഹുവില്ലേ, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹുവില്ലേ, അവരൊക്കെ സുന്നത്തുകൾ എങ്ങനെ നിർവഹിച്ചിട്ടുണ്ട്? നല്ല നിർവഹിക്കണില്ലേ? എന്നിട്ടും ആ സഹാബികൾക്കിടയിൽ പ്രത്യേകം ഈ ടൈറ്റിൽ മുത്തബി സുന്ന എന്ന ടൈറ്റിൽ അറിയപ്പെടണമെങ്കിൽ ആ മഹാന്റെ സുന്നത്തിനുള്ള ആ ഇഷ്ടം. ഞാൻ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഹജ്ജിന് പോയ സമയത്ത് തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തേക്ക് വെറുതെ പോയി തിരിച്ചു വന്നപ്പോൾ അതിന് കാരണം ചോദിച്ചപ്പോൾ എന്താന്ന്, ഈ സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, വഴി പിഴച്ച് പോയിട്ടുണ്ട് എന്നാ പറഞ്ഞ്. അത് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നബിതങ്ങൾ ഇവിടെ വരെ വന്നിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും ഇവിടെ നിന്ന് തിരിച്ച് പോവാണ്. കാരണം എന്താ, വഴി പിഴച്ചു പോയതാണ്. അപ്പൊ ആ പോയ സ്ഥലം കൂടി എന്ത് ചെയ്യണം, ഞാനും പിൻപറ്റിയെന്ന് പറഞ്ഞാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് വന്ന് ചോദിച്ചു, നബിയെ ദുല്ലനി അലാ അമലിൻ യൻഫഉനി അല്ലാഹു ബിഹി, അല്ലാഹു തആല എനിക്ക് ഉപകാരം നൽകുന്ന ഒരു ഇബാദത്ത്, ഒരു അമൽ നിങ്ങൾ പറഞ്ഞു തരും നബിയെ. ഇങ്ങനെയൊക്കെ ചെയ്യണ ഇബ്നു ഉമർ ചോദിക്കണത് എന്താണ്? ഇതൊക്കെ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല, ഭയങ്കര സാഹിദായിരുന്നു, സൂഫിയായിരുന്നു. ആളുകൾക്ക് എന്താണ് ചോദിക്കണത് അതാണ് കൊടുത്തിരുന്നു. പല പ്രാവശ്യം ഇബ്നു ഉമറിന്റെ ചരിത്രം നമുക്കറിയാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മത്സ്യം കഴിക്കാൻ പൂതിയായിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ അനുയായികളോട് പറഞ്ഞപ്പോൾ ഒരു മത്സ്യം സംഘടിപ്പിച്ചു കൊടുത്തു. ഭാര്യ അത് പാകം ചെയ്ത് കൊടുത്ത സമയത്താണ് ഒരു മിസ്കിനായ മനുഷ്യൻ വന്നപ്പോൾ ആ മത്സ്യം ആർക്ക് കൊടുക്കാൻ പറഞ്ഞു? ആ മിസ്കിന് കൊടുക്കാൻ പറഞ്ഞു. വീണ്ടും വന്നു, വീണ്ടും കൊടുത്തു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ്, പല സംഭവത്തിൽ കാണാം. എന്നിട്ട് ആ മിസ്കിൻ്റെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വീണ്ടും ഇബ്നു ഉമർ എന്ത് ചെയ്ത്, മൂന്നോട്ടം വാങ്ങിയ മിസ്കിൻ്റെ എന്ത് ചെയ്ത്, നിശ്ചയ കുറച്ച് പൈസ റജാണ്ട് കൊണ്ടുവരേണ്ട ഇബ്നു ഉമറിന്റെ അനുയായികൾ എന്ത് ചെയ്ത്, ഭക്ഷിപ്പിച്ച്. അത്രയും ജീവിതത്തിൽ അള്ളാഹുവിനെ പൊരുത്തം കിട്ടാൻ വേണ്ടി പണിയെടുത്ത മഹാനാണ്. ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കണേ, ഇങ്ങനെയൊക്കെ ചെയ്യണ ഇബ്നു ഉമർ ചോദിക്കണ എന്താ, എനിക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു ഇബാദത്ത്, ഒരു അമല് നബിയെ നിങ്ങൾ പറഞ്ഞു തരണം എന്ന് ഇബ്നു ഉമർ പറയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ ചോദ്യം, ഒരൊറ്റ മറുപടി എന്താ? അലൈക ബിറകഅത്തിൽ ഫജ്ർ, നീ ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോ. ഫൈന ബിഹാ ഫളീലത്തുൻ, അതിൽ എല്ലാ ശ്രേഷ്ഠതയും ഉണ്ട്. അതിലെല്ലാ
ശ്രേഷ്ഠതയും ഉണ്ട്. നീ ഫജ്റിന് മുമ്പുള്ള ആ സുന്നസ്കാരം നീ നിസ്കരിക്കണം എന്ന് കാണാം. വേറെ റിപ്പോർട്ടിൽ കാണാം ഫദീലത്തുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഫദീലത്തുണ്ട്. ഒന്ന്, മലക്കുകൾ ആ സമയത്ത് ആ നിസ്കരിക്കുന്ന വ്യക്തിയോട് സാക്ഷിതരാവും. പിന്നെ റഹ്മത്തിന്റെ മലക്കുകൾ, അള്ളാഹുവിന്റെ തൃപ്തി പ്രത്യേകമായി ആ രണ്ടരക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. ഇതൊക്കെ മുഫസ്സിറുകൾ അതിനെ കുറിച്ച് വ്യാഖ്യാനിച്ചു. അള്ളാഹുവിൽ നിന്നുള്ള റിസ്ക്കുകൾ അയാളിലേക്ക് എന്ത് ചെയ്യും? നന്നായി ഒഴുകും. കബൂലിയത്തിന്റെ വാദികൾ അയാൾക്ക് മുമ്പിൽ എന്ത് ചെയ്യും? അള്ളാഹു തആല തുറന്നു കൊടുക്കും. അയാൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. ആര്? സുബഹിന് മുമ്പ് രണ്ടരക്കത് നിസ്കരിച്ച ആൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. അപ്പോ നിനക്ക് വേണ്ട എല്ലാ ശ്രേഷ്ഠതയും അതിലുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ തന്നെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലാ തദൂ റകഅത്തിൽ ഫജ്ർ ലാ തദൂ റകഅത്തൈനി ഖബ്ല സ്വലാത്തിൽ ഫജ്ർ. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നിങ്ങൾ ഫജ്റിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഫൈന ഫീഹിമ അർറായിബ. ഒരു മനുഷ്യന് ദുന്യാവിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം ആഗ്രഹങ്ങൾ, പ്രതിഫലങ്ങൾ ഉണ്ടോ, അയാൾ എന്തെല്ലാമാണോ ദുന്യാവ് അയാൾ കിട്ടേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന അത് സർവ്വതും ഏലുണ്ട് ആ രണ്ടരക്കത് സുന്നത്ത് നിസ്കാരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസ് പണ്ഡിതന്മാരെ ഈ നിസ്കാരത്തിന് വേറൊരു പേരും കൂടി, ഈ നിസ്കാരത്തിന് പ്രത്യേക പേരുണ്ട്, സ്വലാത്തു റായിബ് എന്നതിന് പേരുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന നിസ്കാരം എന്ന് ഇതിനുണ്ട്, ഈ നിസ്കാരത്തിന് പേരുണ്ട്. അതുപോലെ തന്നെ സ്വലാത്ത് പിന്നെ റഅബ് ദുറ് എന്ന നിസ്കാരത്തിന് പേരുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം റഅബ് ദഹർ എന്നും ഇതിന് പേരുണ്ട്. ഇതൊക്കെ സുന്നത്ത് നിസ്കാരത്തിന്റെ പേരുകളാണ്. റഅബ് ദുറ് എന്ന് പറയാൻ കാരണം എന്താ? അത് ഞാൻ പറയാം. അതുപോലെ തന്നെ റഅബ് ദുറ് പിന്നെ റഅബ് ദഹർ എന്നും പറയാൻ കാരണം അത് ഇബ്നു ഉമർ തന്നെ ഉദ്ദേശിച്ച് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലു അല്ലാഹു തഅദിലു സുൽസൽ ഖുർആൻ. കുലു അല്ലാഹ് ഖുർആന്റെ 1/3 തുല്യമാണ്. വകുല്യാൽ കാഫിറൂന തഅദിലു റുബഅൽ ഖുർആൻ. കുല്യാൽ കാഫിറൂന ഖുർആന്റെ 4/4 തുല്യമാണ്. എന്നിട്ട് പറയാണ് പിന്നെ വക്കാന യർകഉ മാ ഫീ റകഅത്തിൽ ഫജ്ർ. ഇത് രണ്ടും സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ റസൂലുള്ളാഹി ഓതിയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നിട്ട് പറയാണ് വഖാല ഹാത്താനി റകഅത്താനി ഫീഹിമ റഅബുദ്ദുർ എന്ന് കാണാം. ഒരു മനുഷ്യന്റെ ദുർറ് പറഞ്ഞാൽ എന്താ? അറബികൾക്ക് വേഗം മനസ്സിലാവും. വില കൂടിയ മുത്തുകൾക്കാണ് പറയുന്നത്. ഒരു മനുഷ്യൻ വില കൂടിയ മുത്തുകൾ വാരിക്കൂട്ടുന്നത് പോലെയാണ് ഏത്? സുബഹി നിസ്കാരം സുന്നത്തുമ്പ് നിസ്കരിക്കുന്നവൻ. റോബ് ദഹർ എന്ന് കാണാം. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ സംഗതികളും അയാൾ സമ്പാദിക്കുന്നത് പോലെയാണ് റോബ് ദഹർ എന്ന് പറയണം. റോബ് ദഹർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ് എന്ത്? ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് എന്ത്? കുറെ കാലം എന്ത് ചെയ്യുക? ജീവിക്കുക എന്നുള്ളത്. വിശാലമായ റിസ്ക് കിട്ടുക, കാലാകാലം ജീവിക്കാൻ. ഏത് മനുഷ്യനും കാലാകാലം ജീവിക്കാൻ എന്തുണ്ട്? ആഗ്രഹം ഉണ്ടല്ലോ. ആഗ്രഹം അല്ലേ? പെട്ടെന്ന് മരിച്ചു ആർക്കും ആഗ്രഹമുണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് തോന്നണ 63, 65 എല്ലാവർക്കും പോണതുകൊണ്ട് വലിയൊരു പ്രതീക്ഷ കൊടുക്കുക. ഓൾറെഡി ക്യാമനാൾ വരെ ആയുസ് തരാൻ തന്നെ ആരും വേണ്ടെന്ന് പറയൂല. ഞാനായി മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലേ, പ്രവാചകനല്ലേ, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് എന്ത് ചെയ്ത്? അസ്രായേൽ അലൈഹി ഇസ്ലാം വന്ന് റൂഹിനെ പിടിക്കാൻ നോക്കി എന്താ പറഞ്ഞത്? കുറച്ചു കാലം കൂടി ജീവിക്കണം എന്നാ പറഞ്ഞു. അപ്പൊ ഒരു പശുവിന്റെ പുറത്തുള്ള കൈ വെച്ചിട്ട് ഓരോ രോമത്തിനും ഓരോ വർഷം തരാം, അത്ര മതി വെച്ചു. ഒരു പശുവിന്റെ അടിയിൽ രോമം വെച്ചാൽ അത്യാവശ്യം കാലം കിട്ടും എണ്ണിയാല്. അത് കഴിഞ്ഞാലോ വെച്ചു, അത് കഴിഞ്ഞാൽ മരിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ എന്തായാലും പറഞ്ഞേ മൂസാ നബി. അത് മൂസാ നബിയോടാണ്. നമ്മളൊന്നും ജിബ്രീൽ അതിന് പെർമിറ്റ് ഒന്നും കൊടുക്കൂല, ചോദ്യം ചെയ്യൂല കേട്ടോ. നേരെ എന്ത് ചെയ്യും? ആണ്ട് കൊണ്ടുപോകും. അല്ല ജിബ്രീൽ അല്ല, സോറി, അസ്രായേൽ അലൈഹി ഇസ്ലാം. എന്തേ പറഞ്ഞു? ആരെന്ത് പറഞ്ഞു? വേറെ അറിയാം, ചോദിക്കണതന്നെ അറിയില്ലല്ലോ. അള്ളാഹു തആല ഈമാൻ സലാമത്താണ്. അപ്പൊ മനുഷ്യനെ ആഗ്രഹിക്കുന്ന സംഗതികളാണ് ഇത്. ഏത്? പിന്നെ ഹിർസ് എന്ന് പറയും. ദുന്യാവിലുള്ള ഹിർസ് എന്ന് പറഞ്ഞാൽ ദുന്യാവിലെ കുറെ കാര്യങ്ങൾ കിട്ടുക. അതുപോലെ ഓരോ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ടമാനം കിട്ടാന്നുള്ള തൊലബുൽ കസീർ,
ഇതെല്ലാം ഏതിലുണ്ട്? റൗബുദ്ദഹർ എന്ന് പറഞ്ഞതിലുണ്ട് എന്നാ. അതൊക്കെ അയാൾക്ക് കൊടുക്കുമെന്നാണ്. അതൊന്നും അയാൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹു തആല കൊടുക്കുന്ന. പൊതുവെ മനുഷ്യന് അങ്ങനെ ആഗ്രഹം ഉണ്ടാവുന്ന. കാരണം മനുഷ്യൻ വയസ്സായാലും മനുഷ്യന് വയസ്സാകാത്ത രണ്ട് സംഗതികൾ ഉള്ളതെന്ന്. മനുഷ്യൻ നമ്മൾ പ്രായമായാലും നമ്മൾ നിരക്കാത്ത രണ്ട് സംഗതികൾ. നമുക്ക് നിരച്ചാലും ആ സംഗതിക്ക് എന്ത് ചെയ്യില്ല, യാതൊരു നിരയും ബാധിക്കൂല. ഏതൊക്കെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യശീബു ഇബ്നു ആദമ വയശിബ്ബു മഅഹു സിനത്താൻ. മനുഷ്യന് നിര വരും, പക്ഷെ രണ്ട് സംഗതികൾക്ക് ഏത് വരില്ല? നിരം വരില്ല. അത് എപ്പോഴും യുവാവായിട്ട് തന്നെ ആരെ കൂടെ ഉണ്ടാവും? നമ്മളെ കൂടെ ഉണ്ടാവും. ഒരു യുവാവായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവും. ബാക്കിയുള്ള നമുക്ക് മൊത്തത്തിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? നിരച്ചിട്ടുണ്ടാവും. നിരച്ച് പുണ്യായിട്ട് എന്തുണ്ടാവും? എന്നോ നാളെച്ചിട്ട് നിൽക്കായിരിക്കും. എന്നാലും ഈ സംഗതികൾക്ക് നമുക്ക് എന്തുണ്ടാവില്ല, യാതൊരു നിരയും വന്നിട്ടുണ്ടാവില്ല. ഒന്ന് ഹുബ്ബുൽ മാല്, രണ്ട് തൂലുൽ ഉംറ്. ദുന്യാവിനോടുള്ള ആഗ്രഹം, കുറെ കാലം ജീവിക്കണം എന്നുള്ള അവന്റെ ആഗ്രഹം. ഇത് രണ്ടിനും എന്തുണ്ടാവില്ല, യാതൊരു പ്രായവും ബാധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോഴും നമുക്കൊക്കെ എന്താണ്, നമുക്ക് എന്തും ചെയ്യാനുള്ള ആരോഗ്യ ആഫിയത്തും ദീർഘായുസ് കാലവും ഉണ്ട് എന്ന തോന്നലാണ് ആർക്കുള്ളത്? നമുക്കുള്ളത് അല്ലെ? നമ്മളെന്ത് അല്ല, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ പറയാ, നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ അത്യാവശ്യം ആരോഗ്യവാനായിട്ട് കുറെ കാലം നിൽക്കുമെന്ന തോന്നൽ ആർക്കുണ്ട്? നമുക്കുണ്ട്. അപ്പുറം ഭരിക്കണമെന്ന് ആരെ ബാധിക്കണില്ല, നമ്മളെ ബാധിക്കണില്ല. അത് നമ്മളൊരു സ്വഭാവമാണ്, മനുഷ്യനുണ്ടാവുന്ന ഒരു സ്വഭാവമാണ്. ദീർഘകാലം ജീവിക്കാന്നുള്ള ആഗ്രഹവും മുതലിനുള്ള ആർത്തിയും എന്തുണ്ടാവും? പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വാർദ്ധക്യം വരില്ല. ഒരുപാട് അനുഭവങ്ങൾ കാണാം. എൻ്റെ കുടുംബം എന്ന് പറയാൻ പാടില്ലല്ലോ, അപ്പോൾ കുടുംബമൊക്കെ മോശം. ഇപ്പോഴും പിന്നെ ചില പരിചയത്തിലൊക്കെ കാണാം, എന്ത് പ്രഷറൊക്കെ അടിച്ച് സ്ട്രോക്ക് ആയിട്ട് ഒരു മൂലക്കൊക്കെ എടുത്തിട്ടും അനുജനും ഏട്ടനുള്ള മുതലിന് ഒരു ചെറിയ ഒപ്പിന് ഇപ്പോഴും ചില ആളുകൾ വിട്ടുകൊടുക്കാൻ എന്തല്ല റെഡിയല്ല. ഇപ്പൊ എല്ലാം കൈവിട്ട് പോണ സമയം, എന്നിട്ടും എന്ത് ചെയ്യണില്ല, അത് വിടാൻ റെഡിയല്ല. പല ആളുകളും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ 2-3 അനുഭവങ്ങൾ കാണും. ഒരു പ്രായമുള്ള ആൾ വയസ്സിന് ഒരിക്കൽ മുമ്പ് നമ്മളടുത്ത് വന്ന് ദ്വാരക്കാൻ പറഞ്ഞ സംഭവമുണ്ട്. എന്താ വെച്ചാൽ ഏതൊരു കേസ് ഹൈക്കോടതിക്ക് പോകണം ജയിക്കാം. മൂപ്പർക്ക് വീട്ടിൽ നിന്ന് എത്താൻ തന്നെ എന്തില്ല, ആരോഗ്യമില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ അത് അങ്ങനെയാണ്. അതുപോലെ സക്കറാത്തിൽ കിടന്ന ഒരാളെ ഞാൻ കണ്ടു, ഒരു ആലിമയാണ്. എനിക്കറിയാം ഏകദേശം മൂപ്പര് അങ്ങനെ അയക്കണത്. എന്ന് പറഞ്ഞു ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ശരി, അവരെ കുറ്റപ്പെടുത്തലട്ടോ. ആ സമയത്ത് നമ്മളാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുക. സാധാരണ വയ്യാതായാല്, പിന്നെ നോക്കാൻ പറ്റാതായാലും എല്ലാം കൂടെ എന്ത് ചെയ്യും? ദ്വാരക്കണം. എന്താ പെരക്കാരുടെ ഉദ്ദേശം? എന്താ ബുദ്ധിമുട്ടാകാണ്ട് മരിച്ചു പോയാൽ മതി എന്നാണ്. സത്യത്തില് അപ്പ ദ്വാരക്കണോ ഇപ്പൊ ദ്വാരക്കണോ സംഗതി ഒന്നാണ്. ജീവിതം ഹൈറാകണ കാലത്തോളം ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കണം. മരണം ഹൈറാൻ സമയത്ത് ഈമാനോട് വഫാത്താവണം. ഇത് അയാൾക്ക് വേണ്ടി ദ്വാരക്കേണ്ട ഉദ്ദേശം എന്താ? വേഗം എന്ത് ചെയ്യാ, ഈമാനോടുകൂടി കണ്ട് കൊണ്ടേക്കുമെന്നാണ്. ഈ ദ്വാരനാണ് ആർക്കും ദ്വാരക്കണത്, നമുക്കും ദ്വാരക്കണത്. അത് മനസ്സിലാക്കണില്ല. അതേ തൊഴിലാണ് ആരും ദ്വാരക്കണത്, നമുക്കും നമ്മൾ ദ്വാരക്കണത്. അപ്പൊ നമുക്കും ചിലപ്പോ അയാളെ മുമ്പ് എന്ത് ചെയ്യാം, അയാളെ മുമ്പ് നമ്മളും ചിലപ്പോ എന്ത് ചെയ്യാം, ഹൈറാണെങ്കിൽ പഠിച്ചോ കൊണ്ടുപോയി കൂടെ ഒന്നില്ല, കൊണ്ടുപോകും. നമ്മളെ ദോക്ക് ഉത്തരം കിട്ടണമെങ്കിൽ കൊണ്ടുപോകല്ലോ. അപ്പൊ സാധാരണ പ്രായമുള്ള സക്കറാത്ത് കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് അത്. എല്ലാവർക്കും ഉള്ള ദുആണത്. മനസ്സിലാക്കുക. ജീവിതം ഹൈറാണെങ്കിൽ ജീവിക്കണം, ഹൈറല്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. വെറുതെ എന്താ നമുക്ക് നഷ്ടം എന്നല്ലാതെ. അതുകൊണ്ട് അങ്ങനെ ദ്വാരക്കലാണ് ഹൈർ അല്ലേ? ഇൻകാനൽ ഹയാത്തു ഹൈറൻലി എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ മനുഷ്യന്റെ എല്ലാ പ്രതീക്ഷകൾക്കും അവൻ ആഗ്രഹിക്കും. അപ്പൊ ദുന്യവിയായ കാര്യം ആഗ്രഹിക്കട്ടെ, ഉഖ്രവിയായ കാര്യം ആഗ്രഹിക്കട്ടെ, എല്ലാത്തിനും സമ്പാദിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് സുബ്ഹിന്റെ മുമ്പുള്ള സുനസ്കാരം. 2 ഹദീസുകൾ പറഞ്ഞ് ഞാൻ വിഷയം നിർത്താനും, ബാക്കി പിന്നീട് പറയും. മഹാൻ അബൂ ദർദാ റളിയല്ലാഹു അൻഹു മഹാനകളെ തൊട്ടുള്ള ഉദ്ധരണിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് ചെയ്തുന്ന ഒരാൾ വസിയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മരിച്ചാലും എന്ത് ചെയ്യണം? ആ കാര്യം വളരെ കൃത്യമായി യാതൊരു പിന്നെ വ്യതിചലനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അങ്ങനെ വസിയത്തുണ്ട്. ഞങ്ങൾ പല സഹാബികളും പല വസിയത്തും ചെയ്തിട്ടുണ്ട്. അല്ല, അബൂ ദർദാ പറയാണ്, അവസാനി ഖലീലി
എന്താണ് പറഞ്ഞത്? എൻ്റെ ഖലീലായ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് ചെയ്തു 3 സംഗതികളാണ്. 3 സംഗതികൾ എനിക്ക് വസിയത്ത് ചെയ്തു. എന്താണ്? സലാസത അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസവും എന്ത് ചെയ്യുക? 3 നോമ്പ് നോക്കുക. അയ്യാമുൽ ബീദിന്റെ നോമ്പുകളാണ്. വൽ വിത്രി ഖബ്ല നോമി, ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? വിത്ര് നിസ്കരിക്കുക. അതെന്തിനാണ് അങ്ങനെ പറയണത്? ഉറങ്ങിയിട്ട് വിത്ര് ഉണ്ടാവൂല എന്ന ചാൻസ് ഉണ്ടാവും. ഒരാൾക്ക് ഉറങ്ങിയിട്ട് വിത്ര് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഉറങ്ങിയിട്ട് നിസ്കരിക്കലാണ് നല്ലത്. റസൂലുള്ളാഹിക്ക് ആ സഹാബിയുടെ ഇതറിയാം. അതുകൊണ്ട് ആ സഹാബിയോട് എന്ത് ചെയ്യണത്? അങ്ങനെ പറയണത്. അതാണ് മശായിമാർ ആത്മീയ ഗുരുക്കൾ എന്താ പറഞ്ഞ പിന്നെ അതാണ് നല്ലത്. പിന്നെ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ കഴിയും അല്ലേ? അബൂദർ ഗിഫാരിന് എന്താ പറഞ്ഞേ? ഒരിക്കലും നീ അധികാരം ഏറ്റെടുക്കണ്ടെന്ന് പറഞ്ഞു. അധികാരത്തിലേക്ക് പോവേ വേണ്ടെന്ന് ആര് പറഞ്ഞ്? അബൂദർ. എന്നാ അത് പറഞ്ഞാണ്ട് റസൂൽ പറയണ അധികാരം ഏറ്റെടുക്കണാണ്ട് എല്ലാവരും കൂടി അധികാരം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. റസൂല ചില സഹാബികൾക്ക് അന്നത്തെ സൈക്കോളജി അവരുടെ മനസ്സറിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അബൂദർ പറഞ്ഞ എന്താണ്? ഉറങ്ങേണ്ട നമസ്കരിക്കുന്ന. റസൂലുള്ളാഹിന്റെ ഖുലഫായികൾ 2 ശൈലിയാണ് സ്വീകരിച്ചിരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉറങ്ങണതിന് മുമ്പാണ് ഏത് നിസ്കരിച്ചിരുന്നത്? വിത്ർ നിസ്കരിച്ചത്. അഥവാ ഉറങ്ങിയാലോ എന്നാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ അലി റളിയല്ലാഹു അൻഹു ഉറങ്ങിയിട്ട് നിസ്കരിച്ച്. എങ്ങനെ ഉറങ്ങുക എന്നുള്ളതാണ് അവർ എന്തായാലും എണീക്കണ്ടേ എന്നുള്ള തീരാൻ അവരത്തുള്ളത്. അപ്പൊ അങ്ങനെ 2 ശൈലി ഉണ്ടായിരുന്നു. 2 സ്വീകരിക്കാം. നല്ലത് ഉറങ്ങിയിട്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല. റമദാൻ ആണെങ്കിലും ഉറങ്ങിയിട്ട് നിസ്കരിക്കലാണ്, തഹജ്ജുദിന്റെ നിസ്കരിക്കലാണ് എന്ത് വിത്ർ നല്ലത് എന്ന് മനസ്സിലാക്കാം. അപ്പോ അത് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് ഉറങ്ങി നിസ്കരിക്കാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്ന അധികം ആളുകൾ എന്ത് ചെയ്യില്ല? വിത്ർ നിസ്കരിക്കില്ല. ഏതുപോലെ വീട്ടിലത്തെ സുന്നത്ത് നിസ്കരിക്കാന്ന് നമ്മളോട് എന്ത് പറയും? നമ്മളെ മനസ്സും എന്തിരിക്കും? വീട്ടിൽ പോയാൽ ഉണ്ടാവില്ല, ആ സുന്നത്ത് ഉണ്ടാവൂല. ഇശാന്റെ ശേഷം നിസ്കാരം വീട്ടിൽ നിസ്കരിക്കാൻ പ്ലാൻ ചെയ്യും. ലോറിന്റെ ശേഷമുള്ള വീട്ടിൽ പോയാൽ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവൂല എന്ന് ജീവിതത്തിൽ അനുഭവമുള്ള ഒരാ പണിക്ക് എന്ത് ചെയ്യണ്ട? നിൽക്കണ്ട. നമുക്ക് നമ്മളറിയല്ലോ. നമുക്ക് തിരിയണമാര് വേറെ നാട്ടുകാർക്ക് തിരിയോ? ഇല്ലല്ലോ. നമ്മളെ അനുഭവം വെച്ചിട്ട് തീരുമാനിച്ചാൽ മതി. ചിലടത്ത് പെശാജ് ആയപ്പോഴും വീട്ടിൽ നിസ്കരിച്ചോ, വീട്ടിൽ നിസ്കരിക്കല്ല സുന്നത്ത്, ഞാൻ പേക്കോ എന്നാണ് വീട്ടിൽ പോയി നിസ്കരിച്ചോ. വീട്ടിൽ പോയാൽ എന്ത് ചെയ്യും? ശൈത്താൻ സമ്മതിക്കൂല. വറക്കായത്തിൽ ഫജറി, ഫജറിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നസ്കാരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? വസിയത്ത് ചെയ്ത സംഗതിയാണ് എന്ന് പറയുന്നു. ഹദീസിൽ കാണാം. ഒറ്റ ഹദീസ് കൊണ്ടാണ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുക. നമ്മൾ നിർത്തും ചെയ്യും. പിന്നെ മഹാൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടുള്ള ഏതാണ് ഒരു ഹദീസിൽ കാണാം. ഇത് വളരെ സീരിയസ് ഹദീസ്. അതിൽ കാണാം ഇമാം അഹ്മദ് ഉദ്ധരിച്ചാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയണേ, ലാ തദൂ റകഅത്തിൽ ഫജ്ർ, നിങ്ങൾ ഫജ്റിന്റെ മുമ്പുള്ള ഫജ്റിന്റെ സുന്നത്ത്, ഞാൻ ഫജ്റിന്റെ സുന്നത്ത് പറഞ്ഞ മുമ്പുള്ള സുന്നത്ത്, ഫജ്റിന് ശേഷം സുന്നത്ത് ഇല്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ റക്കഅത്തിന് ആര് പറയും? റസൂൽ ഖബലൽ ഫജ്റി ബഅദൽ ഫജ്റിന്റെ ഹദീസിൽ കാണൂല. കാരണം ഫജ്റിന്റെ മുമ്പേ ഉള്ളൂ ഏത് സുന്നത്തുള്ളൂ. അതിന്മേ തന്നെ മനസ്സിലാക്കാം. അപ്പൊ സുബഹിന്റെ സുന്നസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കരുത്. വല തുറത്തുക്കുമുൽ ഖൈലു, പിന്നിൽ നിന്ന് ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വന്നാലും നിങ്ങൾ ഉപേക്ഷിക്കണ്ടെന്ന് പറഞ്ഞു. ഖൈലു പറഞ്ഞ അവിടെ ശത്രു സൈന്യം നിങ്ങൾ ആട്ടിയാലും എന്ന് പറഞ്ഞാൽ ഒരാൾ സുബഹിന്റെ നോക്കൂ, നമ്മള് ഈ ഹദീസ് കേട്ടോടെ, അത് കേൾക്കാൻ വേണ്ടി പറഞ്ഞേ. വല തുറത്തുക്കുമുൽ ഖൈലു, ശത്രുക്കൾ ശത്രു സൈന്യം നിങ്ങൾ ആട്ടിയാലും ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുകയാണ്, ബാക്കിൽ ശത്രു സൈന്യം വരുന്നുണ്ട്, അയാൾ തക്ബീർ എടുത്ത് ഓടേണ്ട ആവശ്യം ഇല്ല. അയാൾ ആര് കാക്കും? അള്ളാഹു കാക്കും. അതാണ് ഹദീസിൽ പറഞ്ഞത്. ബാക്കിൽ ശത്രു സൈന്യം അയാൾ പിന്നിലുണ്ട്, അയാൾ എന്ത് ചെയ്യാണ്? സുബഹിസ്കാരത്തെ കുറിച്ചല്ലേ പറയണത്. സുബീന്റെ മുമ്പുള്ള സുബീന്റെ സുന്നത്തിസ്കാരം അയാൾ നിസ്കരിക്കാണ്. അപ്പോ ബാക്കിൽ ശത്രു സൈന്യം ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണ്ട? തക്ബീർ ഓടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഈ ഹദീസ് ഒന്നും പറഞ്ഞിട്ടില്ല, കാര്യമില്ല. ശത്രുവിന്റെ ബാക്കിലെത്തല്ല, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ തക്ബീർ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ പാടും. അത് വേറെ വിഷയം. നമുക്ക് അത്ര ഈമാന്റെ കുറവുള്ളൂ അല്ലെ? യക്കീനോട് കൂടി ചില സൂറത്തുകൾ മല കണ്ട് നീങ്ങുന്നാല് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാക്കുക, ഇത് സീരിയസ് ആണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ശത്രു സൈന്യം എന്നല്ല, ഒരു ഷെറും അയാൾക്ക് യേശൂല എന്നുള്ളതാണ്. എന്ത് ഷെറുകളുടെ അള്ളാഹു തആല അയാളെ കാക്കും. അതാണ് ലാ തത്റുകുഹ വലൗ ജറാ വറാകുമുൽ അദു,
നിങ്ങൾ ഇതിനെ ഉപേക്ഷിക്കണ്ട. ശത്രുക്കൾ നിങ്ങളെ പിന്നിലുണ്ടെങ്കിലും ശരി, ഫൈനല്ലാഹു തആല യഖീകും ശർറ, അള്ളാഹു തആല അവരുടെ ഷർറിനെ നിങ്ങൾക്ക് കാക്കുമെന്ന് ഹദീസ് വിശദീകരിച്ച ഹദീസ് വ്യാഖ്യാതാക്കൾ പറഞ്ഞത് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളിതേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി സുന്നസ്കാരങ്ങൾ പിന്നീട് പറയും. അപ്പോൾ സുബീൻ്റെ സുന്നത്ത് നമ്മൾ പറഞ്ഞതാണ്, ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ജീവിതത്തിൽ സുബീൻ്റെ സുന്നത്തുകൾ ഒരു കാരണമില്ലാതെ ഉപേക്ഷിക്കുന്നവരായി നമ്മൾ മാറരുത്. അള്ളാഹു തആല അത് കറക്റ്റ് പാലിക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ.